ഇന്ന് ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോയെന്ന്. ഉപ്പേരിക്ക് പേര് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പയറുണ്ട്, പടവലങ്ങയുണ്ട്, ചേനയുണ്ട്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉപ്പേരിയാണ്. കഴുകി മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ചുവന്ന മുളകും കൂടെ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ചതക്കയല്ല, അരക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അരച്ചാൽ എനിക്കത് കുറച്ചും കൂടി ഇഷ്ടമാണ്. ഇവിടെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ. സ്പൂൺ എണ്ണ മതി, അധികം വേണ്ട. കാരണം ലാസ്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും കരിവേപ്പിലയും വെളിച്ചെണ്ണ. അപ്പോൾ ഇതത്ര മതി. ഇതിൽ കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് മാറിപ്പോയിട്ടാണ്. അതിൽ ഞാൻ എണ്ണ ഒഴിച്ച് കടുക് ചേർത്തു. കടുക് ചേർത്തിട്ട് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്തു. ഉഴുന്നുപരിപ്പിൻ്റെ മേലെ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉള്ളിയും ചുവന്ന മുളകും കൂടെ അരക്കുന്നുണ്ടെന്ന്, അതും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് മാറിപ്പോയി. മോൻ അവിടെ എന്തോ കുത്തക്കട ഒപ്പിച്ചു, അതിന് വേണ്ടി പോയതാണ്, ബന്ധായിപ്പോയി. ഓക്കെ, സാരില്ല, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് കൂടെ ഒന്ന് വെറുതെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. ഇതിൽ പടവലങ്ങ ചേർത്തു, പയറ്, ചേന എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കും. അതിന് മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ലേശം ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കും. വേവുമ്പോൾ അതിൽ മാത്രം വെളിച്ചെണ്ണ, കരിവേപ്പില മാത്രം ഇട്ടിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. നല്ല രുചിയാണേ ബാജി. എൻ്റെ മോൾ ആദ്യം തന്നെ വേന്നെല്ലാം ആക്കുന്നുണ്ട്. ഒരു ഉപ്പേരി ഇഷ്ടമല്ല, കയ്പ്പൊക്കെ മാത്രം ആക്കി കൊടുത്താൽ മതി, നന്നായി കഴിച്ചോളൂ. വെള്ളം ഒഴിക്കാൻ പോകുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വേണ്ട. ഇനി വേവാൻ ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ചെറുങ്ങരല്ലേ കുറച്ചിരിക്കുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ഉപ്പിടട്ടെ, ആവശ്യത്തിന് ഉപ്പിട്ടു. അപ്പോൾ ഇത് വേവട്ടെ, ഇത് അടച്ച് വയ്ക്കാം. ഉപ്പേരിൻ്റെ വെള്ളം വെച്ച് നോക്കട്ടെ. ഇല്ല, ഉപ്പേരിൻ്റെ വെള്ളം വെച്ചിട്ടില്ല, അത് വറ്റട്ടെ. ഇത് ഏകദേശം ആയിക്കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ആയിക്കഴിഞ്ഞു. വറ്റിപ്പോയി. നല്ല കളറില്ലേ, മഞ്ഞളൊന്നും ഇട്ടില്ല. ഇത് വെക്കുമ്പോൾ ഇനിയും കൂടെ കട്ടിയാവും, കാരണം എന്ന് വെച്ചാൽ ചേനയില്ലേ, അതുകൊണ്ട്. ഇതിൽ ഞാൻ മാത്രം കുറച്ച് വെളിച്ചെണ്ണയും കരിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. ഇത് ആയിക്കഴിഞ്ഞു. ഇത് വാങ്ങട്ടെ. വാങ്ങിയിട്ട് ഞാൻ കരിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കരിവേപ്പില വെളിച്ചെണ്ണ, കരിവേപ്പില ഇട്ടു. വെളിച്ചെണ്ണ ലേശം വെച്ചിട്ട് അതിൻ്റെ മേലെ മതി. വെളിച്ചെണ്ണ അധികം വേണ്ട, വെളിച്ചെണ്ണ വെച്ചു. ഇത് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വയ്ക്കാം. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒന്ന് ഇറക്കിയെടുക്കുക. പിന്നെ തൽക്കാലം അത് അടച്ച് വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തുറക്കുക. ചീനിച്ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു. ഇതിലെല്ലാം ഞാൻ ഒന്നിച്ച് ചേർത്തു. ഇതാ കടുകുണ്ട്, ഉലുവയുണ്ട്, ചുവന്നമുളകും ഇട്ടു. ചുവന്നമുളക് ചെറുത് പറഞ്ഞിട്ടുള്ളൂ, കാരണം നേരത്തെ ഇട്ടിരുന്നില്ല നമ്മൾ. അതുമല്ല, അതിൽ പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പച്ചമുളക്, ചെറിയ പച്ചമുളക്, ഇത് രുചി കൂടുതലാണ്. അതിലിടാം. പൊട്ടട്ടെ.
പൊട്ടി വാങ്ങി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ കൂട്ടാൻ റെഡിയാക്കി കഴിഞ്ഞു. അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.